നിലപാടുകൾ മാറ്റിവെച്ച് മറുകണ്ഠം ചാടാനൊരുങ്ങി DMK നേതൃത്വം. MK സ്റ്റാലിനെ കേന്ദ്രമന്ത്രിയാക്കാമെന്ന് BJPയുടെ വാഗ്ദാനം. നിലപാട് മാറ്റത്തിന് പിന്നിൽ തമിഴകത്തിലെ വിജയുടെ പടയോട്ടം. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ആസന്നമായിരിക്കെ MK സ്റ്റാലിൻ കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയേറുന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയിൽ ചേരാനുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകമെന്ന DMKയുടെ നീക്കം ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ്. DMK നേതാവ് MK സ്റ്റാലിന് പുറമെ മറ്റ് ചില DMK നേതാക്കളെ കൂടി കേന്ദ്രമന്ത്രിമാരായി നരേന്ദ്രമോദി നിയമിക്കുമെന്ന വ്യക്തമായ സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട്. BJP സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇതിനു മുൻപ് DMKയും MK സ്റ്റാലിനും ഉയർത്തിയിരുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ CPM നേതൃത്വം സംഘടിപ്പിച്ച പല പ്രക്ഷോഭ പരിപാടികളിലും DMKയും കണ്ണിചേർന്നിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിയ കേന്ദ്ര വിരുദ്ധ സമരങ്ങളിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോടൊപ്പം സ്റ്റാലിനും കൈകോർത്തത് വളരെയേറെ മാധ്യമ ശ്രദ്ധകൾ നേടുകയും ചെയ്തിരുന്നു. ആവിധം നിലപാടുകൾ കൈക്കൊണ്ട് DMK തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പച്ചക്കൊടികൾ വീശിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ TVK അട്ടിമറി വിജയം കൈവരിക്കുകയും DMK അധികാരം നഷ്ടമാവുകയും ചെയ്തതോടെയാണ് നിലനിൽപ്പിനായി BJPയെ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് DMK എത്തിച്ചേർന്നത്. പുതിയ തലമുറയിലെ കുട്ടികളടക്കം മുഖ്യമന്ത്രി വിജയ്ക്ക് പിന്തുണയേകി രംഗത്ത് വന്നതാണ് സ്റ്റാലിനും കൂട്ടർക്കും വലിയ തിരിച്ചടിയായി മാറിയത്. BJPയുമായി ഒരു വിധത്തിലും സഖ്യമില്ലെന്നായിരുന്നു DMK ആവർത്തിച്ചിരുന്നത്. അതേസമയം കോൺഗ്രസുമായും ഇടതുപക്ഷവുമായി അടുത്ത കാലത്ത് അകൽച്ചയിലായിരുന്നു സ്റ്റാലിൻ. തമിഴ്നാട്ടിൽ TVKയ്ക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ പിന്തുണ നൽകിയതാണ് DMKയെ പ്രകോപിപ്പിച്ചത്. തമിഴക രാഷ്ട്രീയത്തിൽ കരുത്ത് നിലനിർത്താൻ പാടുപെടുന്ന DMKയുമായി BJP രഹസ്യ ചർച്ചകൾ ആരംഭിച്ചത് ഈ സന്ദർഭത്തിലാണ്. BJPക്കെതിരെ ചെറുത്തുനിൽപ്പ് ഉയരുന്ന തമിഴ്നാട്ടിലും അധികാരം ഉറപ്പിക്കാനുള്ള BJPയുടെ ആസൂത്രിത തന്ത്രമാണിതിന് പിന്നിൽ. പാർലമെന്റിലെ DMK MPമാരുടെ അംഗബലം പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താമെന്ന് BJP കരുതുന്നുണ്ട്. DMKയ്ക്ക് ലോക്സഭയിൽ 22ഉം രാജ്യസഭയിൽ 8ഉം MPമാരുണ്ട്. അതിനാൽ സുപ്രധാന ബില്ലുകൾ പാസാക്കുമ്പോൾ BJP സർക്കാരിന് DMK MPമാരുടെ പിന്തുണയും അനിവാര്യമായി വരും. അടുത്തിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നടത്തിയ ചായ സൽക്കാരത്തിൽ DMK MP കനിമൊഴി പങ്കെടുത്തതും സംശയങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള DMKയുടെ വരവിന്റെ പ്രാഥമിക സൂചനയായും ഇതിനെ വിലയിരുത്തി. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ 29 മന്ത്രിമാരും 39 സഹമന്ത്രിമാരുമുണ്ട്. മന്ത്രിസഭ അഴിച്ചുപണിയുന്നതോടെ സ്റ്റാലിനും അനുയായികൾക്കും പ്രാതിനിധ്യം നൽകാമെന്ന ഉറപ്പാണ് BJP നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുള്ളത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് അടുത്തിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് കേന്ദ്രമന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത്. BJPയെ ശക്തമായി എതിർത്തിരുന്ന MK സ്റ്റാലിനും DMKയും NDA മന്ത്രിസഭയുടെ ഭാഗമായി മാറുന്നതോടെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ തുറന്നുകാട്ടപ്പെടുന്നത്.